നമസ്കാരം. ക്രമസമാധാനവും ഭരണഘടനയും കാറ്റിൽ പറത്തി തികഞ്ഞ തെമ്മാടിത്തവും ഗുണ്ടായുസവും കാട്ടിക്കൂട്ടുന്ന ചില രാഷ്ട്രീയ നേതാക്കൾക്കുള്ള അടിയന്തര തിരിച്ചടിയാണിപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീടിന് മുമ്പിൽ വെച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അല്ലെങ്കിൽ ഇഡി ഉദ്യോഗസ്ഥരെ ക്രൂരമായി ആക്രമിക്കുകയും അവരുടെ വാഹനം തല്ലി തകർക്കുകയും ചെയ്ത സംഭവം എല്ലാവരും കണ്ടതാണ്. ഈ അക്രമ സംഭവത്തിൽ കേവലം കണ്ടുനിന്നവരെന്നും ഈ അക്രമങ്ങളെക്കുറിച്ച് തങ്ങൾക്കൊന്നും അറിയില്ലെന്നും നടിച്ച് രക്ഷപ്പെടാൻ നോക്കിയ CPM-ന്റെ ഉന്നത നേതാക്കളുടെയും വമ്പന്മാരുടെയും ഇടപെടലുകൾ പുറത്തുവരികയാണ്. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ജോൺ ബ്രിട്ടാസ് MP, മുൻ മന്ത്രി V ശിവൻകുട്ടി, V ജോയി MLA അടക്കമുള്ള സകല ഉന്നത നേതാക്കളുടെയും മൊഴിയെടുക്കാനും ഇവർക്കെതിരെ അന്വേഷണം വ്യാപിപ്പിക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുകയാണ്. മെയ് 27-നായിരുന്നു തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ പിണറായി വിജയന്റെ വീട്ടിലെ പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥരെ വഴി തടഞ്ഞ് ആക്രമിക്കുകയും കല്ലെറിഞ്ഞ് വണ്ടികൾ തകർക്കുകയും ചെയ്തത്. കേന്ദ്ര ഏജൻസികൾ വന്ന് പരിശോധന നടത്തുമ്പോൾ പിണറായിയുടെ മകൾ വീണ വിജയനെതിരെയുള്ള കരിമണൽ കർത്ത കേസും മാസപ്പടി അഴിമതി കേസും കമ്പനി കാര്യങ്ങളിലെ തട്ടിപ്പുകളുമാണ് അവർ അന്വേഷിക്കുന്നത്. എന്നാൽ ഈ നിയമപരമായ നടപടിയെ സ്വന്തം രാഷ്ട്രീയ നേട്ടത്തിനായി പിണറായി വിജയന് നേരെയുള്ള അക്രമമായി ചിത്രീകരിക്കാനാണ് MV ഗോവിന്ദനും മറ്റു നേതാക്കളും ഒക്കെ ശ്രമിച്ചത്. അന്വേഷണത്തിനെതിരെ സ്വന്തം DYFI, SFI പ്രവർത്തകരെയും ഇളക്കിവിട്ട് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യാൻ പ്രേരണ നൽകിയത് ഇവിടുത്തെ ഈ ഉന്നത നേതാക്കൾ തന്നെയാണ് എന്നത് വ്യക്തമാണ്. സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചനയും അക്രമത്തിന് പിന്നിലെ നേതാക്കളുടെ പങ്കും അന്വേഷിക്കണമെന്ന് ED തന്നെ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച ശേഷം പ്രതികളെ പിടികൂടാൻ എത്തിയ കേരള പോലീസിനെ പാർട്ടി ഓഫീസിന് മുന്നിൽ വെച്ച് ഈ പറയുന്ന നേതാക്കൾ തടഞ്ഞു നിർത്തിയതും അവഹേളിച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ക്രിമിനലുകളെ സംരക്ഷിക്കാൻ ഒത്താശ ചെയ്തു കൊടുത്തത് ഏത് നിയമവ്യവസ്ഥയുടെ ബലത്തിലാണ്? അക്രമം നടത്തി 25 പ്രതികളുടെ ഫോൺ രേഖകൾ ശേഖരിച്ചപ്പോൾ സംഭവ ദിവസവും അതിനുശേഷവും ഇവർ നിരന്തരം ബന്ധപ്പെട്ടത് ബിനീഷ് കോടിയേരി അടക്കമുള്ള നേതാക്കളെയോ ആണെന്നാണ് ഞെട്ടിക്കുന്ന ഡിജിറ്റൽ തെളിവുകളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കിവിടെ വെറുതെ മൊഴിയെടുക്കാൻ വന്ന് മടങ്ങാനുള്ള അവസരം ഒരുക്കരുത്. അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ അണികളെ പ്രേരിപ്പിച്ചതുൾപ്പെടെയുള്ള കടുത്ത ക്രിമിനൽ ഗൂഢാലോചന വകുപ്പുകൾ ചാർത്തി തന്നെ നേതാക്കൾക്കെതിരെ കേസെടുക്കണം. രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ തങ്ങൾക്ക് ബാധകമല്ലെന്ന അഹങ്കാരത്തോടെ പെരുമാറുന്ന MV ഗോവിന്ദനെയും കൂട്ടരെയും നിയമത്തിന് മുന്നിൽ തന്നെ കൊണ്ടുവരണം. അഴിമതിയും തട്ടിപ്പും പുറത്തു വരുമ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനും കേന്ദ്ര ഏജൻസികളെ ഭയപ്പെടുത്താനും പ്രവർത്തകരെ നിരത്തിലിറക്കി ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന വണ്ടിയും തല്ലിപ്പൊളിക്കുന്ന ഈ അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു. പോലീസും EDയും ഈ വിഷയം കൂടുതൽ ഗൗരവത്തോടെ എടുത്ത് ഈ ഗൂഢാലോചനയുടെ അമരത്തിരുന്ന നേതാക്കളെ അഴിയെണ്ണിച്ചാൽ മാത്രമേ രാജ്യത്തെ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് തെളിയിക്കാൻ കഴിയുകയുള്ളൂ.